സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതുന്നത്. സാധാരണ കോളേജ് കാമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടി നിന്ന് സംസാരിക്കുമ്പോൾ ഞാനും അവിടെ പോയി നിന്ന് സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു ഭയപ്പാട്. നമ്മൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 3-4 പേരിങ്ങനെ പൊട്ടിച്ചിരിച്ച് സംസാരിക്കുമ്പോൾ ഞാനും കൂടി അവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്നെ മാറ്റി നിർത്തപ്പെടുമോ എന്നുള്ള ഒരു ഭയപ്പാട്. നമുക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോവുകയാണ്. രാവിലെ ചപ്പലൊക്കെ ധരിച്ച് പെർഫ്യൂംസ് അടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ഉത്ഭയം. ആൾക്കാരോട് എങ്ങനെ, ഏത് രൂപത്തിൽ ഞാനവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ നോക്കും, എന്നെ ശ്രദ്ധിക്കും, എൻ്റെ നീക്കങ്ങൾ, എൻ്റെ കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതാണ് നാം ആദ്യമായി മാറ്റേണ്ടത്. കാരണം ഒരുപാട് ആൾക്കാർ വലിയ വലിയ തിരക്കുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മെ നോക്കാനും നമ്മെ ചിന്തിക്കാനും നമ്മെ കുറ്റം പറയാനും അവരത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമായി മാറ്റേണ്ടത്. എന്തുകൊണ്ടാണ് 2 ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ഉത്ഭയമെന്ന് ചോദിച്ചാൽ, കുട്ടിക്കാലത്ത് എന്തൊക്കെയോ നെഗറ്റീവ് കമൻസുകളിലൂടെ അവൻ്റെ മനസ്സ് ആകെ ഒന്ന് മുരടിച്ചു പോയിട്ടുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില ഉത്ഭയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നല്ല ചപ്പലല്ല, എല്ലാവരും അത് നിന്നെ കുറ്റം പറയും, മറ്റുള്ളവർ കുറ്റം പറയും എന്നൊരു നെഗറ്റീവ് കമൻസ് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ കിട്ടി. അപ്പോൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ നോക്കുന്നുണ്ട്, മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നുണ്ട് എന്ന ഒരു രൂപത്തിലൂടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ഒരു ഉത്ഭയം സൃഷ്ടിച്ച് നമ്മുടെ ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും ഒരു ഉത്ഭയമാണ്. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റെസിഡൻസി അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ നമുക്കൊരു അഭിപ്രായം എണീറ്റ് നിന്ന് പറയാൻ ഭയമാണ്. വേദിയിലേക്ക് ഒരു 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വളരെ ആദരവോടുകൂടി നമുക്കൊരു ആദരവുണ്ട്, ആദരവ് നൽകിക്കൊണ്ട് സാറൊരു കുറച്ച് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ വേർക്കുന്നു, പ്രഷർ കൂടുന്നു. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഉള്ളിൽ ആരൊക്കെയോ എന്നെ സംസാരിക്കുന്നു, എൻ്റെ സംസാരം ശ്രദ്ധിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അതിലൊരുപാട് അപാകതകളുണ്ട് എന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് മാറ്റാൻ കഴിയണം. എല്ലാവരോടും തുറന്ന് സംസാരിക്കാൻ കഴിയണം. രാവിലെ ഒന്ന് നടക്കാനൊക്കെ പോകുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൈ കാണിക്കാനോ, എന്തുണ്ട് വിശേഷം, പ്രായമായ ഒരാളാണെങ്കിൽ എന്തുണ്ട്, രോഗങ്ങളുടെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടോ, ഒന്ന് തുറന്ന് സംസാരിക്കാൻ. ഒരു കുട്ടിയാണ് പോകുന്നതെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാൻ, നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ കഴിയണം. കാരണം സാധാരണ ഒരു പറച്ചിലുണ്ട്, പുഞ്ചിരിക്കാൻ അറിയാത്തവൻ ബിസിനസ് മാർഗത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ, ജനങ്ങളുമായി, മനുഷ്യരുമായി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, മനുഷ്യരുമായിട്ടുള്ള ഒരു സഹവാസമുണ്ട് എങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സുകാരന് അവന് അത്യുന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകം കീഴടക്കിയ ഒരുപാട് ബിസിനസ്സുകാർ, അവർ വളർന്നു വന്നത് അവരുടെ ബിസിനസ് ട്രിക്കുകൾ കൊണ്ട് മാത്രമല്ല, മനുഷ്യരോടുള്ള നല്ല സമീപനങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ, നല്ല സമീപനങ്ങൾ, ജനങ്ങൾക്ക് അവരോടൊരു ആകർഷണീയ തോന്നിയിട്ടാണ് വലിയ വലിയ ബിസിനസ് ലോകങ്ങൾ അവർ കീഴടക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ഒരുപാട് നെഗറ്റീവായ ചിന്തകൾ മാറ്റിയിട്ട് നല്ല പോസിറ്റീവായ ചിന്തകൾ, നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുത്തിയിട്ട് എല്ലാവരോടും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാനും, സുഹൃത്തുക്കളോടും, നമ്മുടെ കൂടെ പഠിക്കുന്നവരോടാണെങ്കിൽ, കൂടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിൽ, അല്ല നമ്മൾ കുറച്ച് പ്രായമുള്ള മനുഷ്യരാണെങ്കിൽ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഗൗരവത്തോടെ മസിൽ പിടിച്ച് നടക്കാതെ ഒന്ന് കൈ കാണിക്കാനും പുഞ്ചിരിക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും സ്വമേധയാ തയ്യാറായാൽ, അതിനു പുറമെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, എന്നെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്, എന്നെ അവർ വീക്ഷിക്കുന്നുണ്ട്,
അതൊക്കെ തെറ്റായ ഒരു ചിന്താഗതികളാണ്, ഒരിക്കലുമല്ല. സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ലാത്ത ഈ കാലഘട്ടത്ത് നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കാനാണ്? അത്തരം തെറ്റായ ധാരണകളും ചിന്തകളുമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റുകയും തുറന്ന് സംസാരിക്കുവാനും ഒരു വേദിയിൽ അവസരം കിട്ടിയാൽ നന്നായിട്ട് 10 വാക്ക് സംസാരിക്കാനുള്ള ഒരു തൻ്റെടവും ആത്മധൈര്യവും ആത്മവിശ്വാസവും നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു ഉപദേശം ഞാൻ നിങ്ങൾ